സോപാന സംഗീതത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് കഥകളി സംഗീതം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ സോപാനത്തിൽ നിന്നുണ്ടായത് എന്നുള്ളൊരു കാര്യം മാറ്റി സ്വന്തമായൊരു ഐഡൻറ്റിറ്റി കഥകളിപ്പദത്തിന് ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മഹാരഥനായ കലാമണ്ഡലം ഗംഗാധരാശാൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ അവതരണത്തിലേക്ക് കടക്കുന്നു. ആശാൻ്റെ സംഗീത വഴികൾ വിവരിക്കുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നാലും ആശാൻ്റെ ഒരു ശൈലി അല്ലെങ്കിൽ ആശാൻ പാടുന്ന രീതി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചിട്ടപ്രധാനമായിട്ടുള്ള പദങ്ങൾ പാടുമ്പോൾ അതിനനുസരിച്ചും അല്ലാതെ ഭാവപ്രധാനമായിട്ടുള്ള പദങ്ങളെ കൂടുതൽ കേട്ടപ്പോൾ തോന്നിയത് ഭാവാനുസൃതമായിട്ടുള്ള പദങ്ങൾ പാടുമ്പോൾ ഏത് രാഗമാണോ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ രാഗത്തിൻ്റെ ഭാവം കിട്ടണമെങ്കിൽ ആ രാഗത്തിൻ്റെ സഞ്ചാരങ്ങൾ വളരെ സങ്കീർണമായിരിക്കണം. രാഗത്തിനെ എല്ലായിടത്തുകൂടെ രാഗം തുളുമ്പി നിറഞ്ഞു നിൽക്കണം എന്നൊരു ചിന്തയാണ് ആശാൻ്റെ പാട്ടിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ളത്. അതിപ്പോൾ ശബ്ദനിയന്ത്രണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അതേപോലെ രാഗം മാറ്റുന്ന കാര്യങ്ങളായിരിക്കണമെങ്കിലും ഇതിലൊക്കെ ഒരു കഥകളിത്തം എന്നുള്ളത് ഉണ്ടാവണമെങ്കിൽ ഈ രാഗത്തിനെ നിറഞ്ഞ് ഉപയോഗിക്കണം എന്നൊരു ശൈലി ആശാൻ സൂക്ഷിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശാൻ്റെ പല പ്രത്യേകതകൾ കണ്ടെത്തിയതിൽ നിന്ന് ഇവയെല്ലാം ഉണ്ട് എന്നൊരു തോന്നിയൊരു ഭാഗത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നളചരിതം 1-ാം ദിവസത്തിലെ ഉത്തരഭാഗത്തിൽ ആശാൻ ചൊല്ലിയ പ്രത്യേകതകളെ കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ആദ്യത്തെ ഭഗവൻ നാരദയുടെ മുഖാരി രാഗം പാടുന്നത് മുതൽ തുടങ്ങും ആശാൻ്റെ പ്രത്യേകതകൾ. നേരത്തെ പറഞ്ഞ പോലെ കുണ്ടിനനായകയിലെ അനിതര വനിതാ സാധാരണങ്ങൾ എന്നുള്ളയിടത്തും അതേപോലെ കുണ്ടിനനായകയുടെ പൂർവം തസ്യാം പാന്ധലോക ശ്രുതായാം എന്ന ആശാൻ പാടുന്നത് ആ ഒറ്റ ശ്വാസത്തിൽ നീട്ടി നിർത്തി കല്യാണിയിൽ പോവാൻ പറ്റുന്നിടത്തോളം പോയി തിരിച്ചു വരുന്നതൊക്കെ വളരെ അത്ഭുതത്തോടു കൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മിന്നൽക്കൊടി ദേശിലും സിന്ധുഭൈരവിയിലും പാടുന്നു. പിന്നീട് ആശാൻ രാഗം മാറ്റി പരീക്ഷിച്ച ഒന്ന് നാളിൽ നാളിൽ എന്ന പദം, അത് യമുന കല്യാണിയിൽ ആശാൻ പാടുന്നത് കേട്ടു. നാളിൽ നാളിൽ വരുമാതിമൂലമിതം ആളിമാറൊടുമിതനുദിത പൂർവം കാലമേ ചെന്നു നീ മരാള പറക നരപാലനോടിതെല്ലാം പ്രതിപാദിതവസരം എന്ന് യമുന കല്യാണിയിലും അതേപോലെ കുറുപ്പാശാനും ഗംഗാധരനാശാനും കൂടിയിട്ടാണ് ആദ്യമായിട്ട് നാളിൽ നാളിൽ വരൂ മതിമൂലമിതം ആളിമാറൊടുമേതനുദിത പൂർവം കാലമേ ചെന്നു നീ മരാള പറക നരപാലനോടിതെല്ലാം പ്രതിപാലിതവസരം
എന്ന നാട്ടക്കുറിഞ്ഞിൽ അവരാണ് ആദ്യം പാടി കേട്ടണത് എന്ന് കേട്ടു. ഇത്തരത്തിൽ ഒന്നാം ദിവസത്തിലെ പല മാറ്റങ്ങളും ഹന്തഹംസമേ നാഗഗാന്ധാരിയിൽ ഹന്ത ഹംസമേ ചിന്ത എന്നും പാടുന്നു കേട്ടു. ഇതിനുശേഷം ഉത്തരഭാഗത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഹംസത്തിൻ്റെ സാവേരി നരപത്തെ ഭവതഭിലഷിതം എന്ന പദത്തിൽ അക്ഷരങ്ങൾക്ക് കൊടുക്കുന്ന ഊന്നലാണ് അതിലെനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയത്. നരപത്തെ ഭവതഭിലഷിതമെന്നാൽ സാധിത പ്രായമിതം നിരവധി മാരാധി നീരതിയിലെ നീന്തി നിയതം നീ തളരൊല്ല പിളരൊല്ല മനമിനി. ഇങ്ങനെ അക്ഷരങ്ങൾക്ക് ഊന്നി ഊന്നി കൊടുക്കുന്ന അതിനൊരു പ്രത്യേക ഭാവം ആശാൻ അതിൽ നിന്ന് കണ്ടെത്തുന്നു എന്ന് മനസ്സിലാവും. ശേഷം ഖഗപദ എന്ന് തുടങ്ങുന്ന ആശാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ മോഹനം രാഗം, അതിൽ ആദ്യത്തെ വരിയിൽ തന്നെ ആശാൻ്റെ ആ മാസ്റ്റർ പീസ് സംഗതി എടുത്തു. ഖഗപതേ തവ കരഗതമേ മമ കരഗതമേ മമ എന്ന ആ ഒരു വളരെ മധുരമായിട്ടുള്ള ആശാൻ്റെ ഒരു സംഗതിയായിട്ട് തോന്നി. അതിൽ അതേപോലെ കഥയ കഥയ പുനരങ്ങിനെ നീ ചെന്നു, അക്ഷരത്തിനെ എഴുതിയ പ്രകാരം ക്രമീകരിക്കുമ്പോൾ അങ്ങനെയാവും. പക്ഷെ എന്നാലും നളൻ്റെ ആകാംക്ഷ കൂട്ടുന്ന രീതിയിൽ കഥയ കഥയ പുനരങ്ങിനെ നീ ചെന്നു കഥയ കഥയ, ആ നളൻ്റെ ഒരു എന്താണ് ദമയന്തി പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്ന ഒരു അതിനെ അറിയാനുള്ളൊരു ആകാംക്ഷ പോലെ അത് കേട്ടാൽ തോന്നും. അങ്ങനെ ആ രംഗം അവസാനിക്കുന്നു. ശേഷം ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ എന്നിവർ വരുന്ന രംഗം. ഇതിൽ വളരെ നമ്മൾ ഹനുമാന് പാടുന്നതോ മല്ലന് പാടുന്നതോ അതോ അല്ലെങ്കിൽ മേളപ്പദത്തിൽ അവസാനം പാടുന്ന മധ്യമാവധിയോ ഇതൊന്നുമല്ലാത്ത ഒരു മധ്യമാവധി രാഗം പാടാൽ ആശാൻ അവിടെ പാടുന്നു. ശേഷം ആ വളരെ ശക്തി കൊടുത്തുകൊണ്ടുള്ള ശ്ലോകം ദിക്ചക്രേ മുഖരീകൃതേ നൃപതതി പ്രസ്ഥാന ഭൈരീരവൈ, അങ്ങനെ ഇന്ദ്രനാണ് അല്ലെങ്കിൽ അവരാണ് വരുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ ശ്ലോകത്തിന് ശക്തി കൊടുത്ത് ആശാൻ പാടുന്നു. മിളിതം പദയുകളെ നിഗളിതയാം മാർഗിതയാ ലതയാ മിളിതം പദയുകളെ നിഗളിതയാം നളനികടം പ്രതിചലിതാവയമുപഗതവാൻ നളനിഹ നികടേ വീരസേനൻ നിഷദാധീശൻ വൈരിഘടാവഹദവദഹനൻ അതിപരിചിതമതിനാൽ നിന്നെയും അതിപരിചിതമതിനാൽ നിന്നെയും. അവിടെ ആ രാഗത്തിനെ പരീക്ഷിക്കുന്നത് പോലെ താളത്തിനെയും പരീക്ഷിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അടി കഴിഞ്ഞും സമത്തിലും അടിയുടെ മുന്നേ ആശാൻ അതിനെ ക്രമീകരിക്കുന്നു. അതിപരിചിതനതിനാൽ നിന്നെയും അതിപരിചിതനതിനാൽ നിന്നെയും, അങ്ങനെ വൈവിധ്യമാർന്ന് താളത്തിനെയും ഉപയോഗിക്കുന്ന പോലെ തോന്നി. ശേഷം വളരെ പൊളൈറ്റായിട്ടുള്ള സാവകാശമുള്ളൊരു സാവേരി അടിയണ പണിയുന്നേൻ അടിയനീശ്വരന്മാരെ അറിഞ്ഞരുളിയതും നേരഹം നളൻ ഭഗവാനെ അടിയണ പണിയുന്നേൻ. അങ്ങനെ അവിടെ ആ രംഗോതെ മധ്യമാവധിയും സാവേരിയും മാറ്റിയിട്ട് വളരെ
രസകരമായിട്ട് തന്നെയാണ് ആശാൻ ആ രംഗവും അവസാനിപ്പിക്കുന്നത്. പിന്നീട് നളൻ ദമയന്തിയുടെ അടുത്തേക്ക് തിരസ്കരണി ഉപയോഗിച്ച് പോകുന്ന രംഗം, ആ ആശാൻ്റെ നേരത്തെ പറഞ്ഞ ആ രാഗഭാവം തുളുമ്പി നിൽക്കുന്ന ഭൈരവി, ചിരശ്രുതി ദൃഢീകൃത പ്രിയ നളാഭൻ എന്നാകിലും തിരസ്കരണി കാണുകയാൽ ഇവൻ അമർത്യനെന്നോർത്തുടൻ. അത് കഴിഞ്ഞ് നിരസ്ത വിപുലത്ര നിറയുമാദരാശ്ചര്യ സംഭ്രമത്തൊടു ദമസ്വസ. സംഭ്രമത്തൊടു ദമസ്വസ എന്ന് മുതൽക്ക് ശരിക്കും ശിങ്കിടിക്കാരൻ പാടേണ്ട വരികളാണ്. എന്നാൽ നിറയും ആദരാശ്ചര്യ സംഭ്രമത്തൊടു ദമസ്വസ എന്നുള്ളത് ഒറ്റർത്ഥം വരുന്നൊരു വരിയാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ അർത്ഥം ഉൾക്കൊണ്ട് ആശാൻ അതിനെ പ്രയോഗിക്കുന്നു. ശേഷം ഹേ മഹാനുഭാവത്തെ സ്വാഗതം കിം അദൂന. അതിനുശേഷം കാമനോ എന്ന് തുടങ്ങാം. പക്ഷെ ഭൈരവിയുടെ പടിപടിയായിട്ട് ഉയർത്തുക എന്നൊരു ശൈലി എനിക്ക് തോന്നി. പിന്നെ ആശാൻ തുടങ്ങുന്നത് കാമനോ സോമനോ നിന്നാഗമനം കിം നിമിത്തം. ശേഷം നളൻ്റെ പദം, അതിൽ ആ കല്യാണീനെ എത്തിക്കാൻ പറ്റുന്നതൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഭീമാവനിയേ രമണനന്ദനേ എന്നെ ഭീമാവനി രമണനന്ദനേ എന്നെ ദേവദൂതനെന്നു ധരിച്ചുകൊള്ളുക ശ്രീമാനമരപതി തന്നുടേ ചില വാചികളുണ്ടവകൾ നീ ചെവികൊള്ളണമേ എന്ന് പാടുന്നു. ശേഷം നേരത്തെ ഭൈരവിയുടെ പടിപടിയായിട്ടുള്ള കയറ്റം എന്നുള്ളത് മാനിച്ച് ഏതൊരു കുലമലങ്കരിച്ചു ജന്മന എന്ന് തുടങ്ങി ആണ് ആ ഭൈരവിയെ അവസാനിപ്പിക്കുന്നത്. ശേഷം കല്യാണിയും ഭൈരവിയും മാറി മാറി വരുന്ന രീതിയിലാണ് ഇതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിൽ വളരെ അത്ഭുതവും ഈ രാഗത്തിൽ നിന്ന് ഇത്രമാത്രം ഒരു ഭാവം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ എന്നടക്കം ചിന്തിച്ചു പോയ ഒന്ന്, ഈശന്മാരെന്തു വിചാരലേശം എന്നുള്ളത് ഹുസൈനിയിൽ പാടിയ ആശാൻ കേട്ടപ്പോഴാണ്. ഈശന്മാരെന്തു വിചാരലേശം കൂടാതെ അതിനീചയോ
ആചാരമിപ്പോൾ രാജപുത്രി ഞാനിന്നൊരു രാജഭാര്യയെ എന്നാശയെ ധരിപ്പതീനു ക്ലേശം ദേവാന എന്ന് വളരെ ആ ദമയന്തിയെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അത് ഹുസൈനിയിൽ പാടുന്നത് കേട്ടു. പിന്നെ വീണ്ടും കല്യാണി അപ്പുറത്ത്, അത് കഴിഞ്ഞ് വല്ലഭനുണ്ടുള്ളിൽ, അത് വല്ലഭനുണ്ടു ഉള്ളിൽ പുറത്തിൽ കാണുവാനും എന്ന് ഭൈരവിയിലും, അതേപോലെ തന്നെ വല്ലഭനുണ്ടുള്ളിൽ വല്ലഭനുണ്ടുള്ളിൽ പുറത്തിൽ കാണുവാനും പാരമല്ലുണ്ടവനെ പോലെ നല്ലവൻ നീയും വല്ലായ്മ ജീവിപ്പാൻ മമ തെല്ലുനേരം നീ വാണു നല്ല വചനം ചൊൽകിലില്ല വൈഷമ്യം എന്ന് കാനഡയിലും ആശാൻ പാടി. അതിൻ്റെ മറുപടി പദമായിട്ടുള്ള ഹന്ത കേൾദമയന്തി നിന്നുള്ളിൽ അന്ധഭാവം അനന്തമേ എന്നുള്ള കല്യാണി പദം ആശാൻ വളരെ സമർത്ഥമായിട്ട് ഹന്ത കേൾദമയന്തി നിന്നുള്ളിൽ അന്ധഭാവം അനന്തമേ വന്ദനീയന്മാരെ വെടിയുന്നതിൽ മൂലം മന്ദിരത്തിലേവം വന്നിരുന്നതോ ആ വന്നിരുന്നതോ എന്നുള്ള സ്ഥലത്ത് ഓകാരം ആശാൻ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അത് പാടുന്നുണ്ട്. അതെങ്ങനെ പാടി ഫലിപ്പിക്കണം എന്ന് അറിയില്ല. അത്രയും വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒന്നായിട്ട് അത് തോന്നും. അതിനുശേഷമുള്ള ദമയന്തിയുടെ പതിദേവതമാർ അനവധി എന്നുള്ളത് ആശാൻ കാനഡയിൽ പതിദേവതമാരനവധി എന്നും അതേപോലെ സിംഹേന്ദ്ര മധ്യമത്തിലും പാടാറുണ്ട്. ഈ കീരവാണി പാടിക്കഴിഞ്ഞിട്ട് സിംഹേന്ദ്ര മധ്യമം പാടുക എന്നുള്ളത് നല്ലൊരു ശ്രമകരമായിട്ടുള്ള ഒന്നാണ്. ഞാനൊന്ന് ശ്രമിക്കാം. പതിദേവതമാരനവധി ഭുവി അതിലോ ഞാൻ ചതിദേവതകൾ തുറന്നിടുകിലോ ഗതി ആരവനീതലെ, ആ ഗതി ആര് അവനീതലെ എന്നുള്ള 3 വാക്കിനെ ആശാൻ ഒന്നിച്ച് ചൊല്ലിയിട്ട് അതിനെ ഒരു മനോഹരമാക്കുന്ന ഒരു രീതി. ഗതിയാ
എന്ന് പാടിയ കീരവാണി ആവും. പക്ഷെ അതിനെ അങ്ങനെ ആക്കാണ്ട് എന്ന് സിംഹേന്ദ്ര മധ്യമത്തിൽ പാടിയിട്ട് ആണ് ആ രംഗത്തിനെ ആശാൻ പലപ്പോഴും അവസാനിപ്പിച്ച് കേട്ടിട്ട് ഓഡിയോകളിലൂടെ കേട്ടിട്ടുള്ളത്. ശേഷം വീണ്ടും നളൻ്റെ ദൗത്യം സാധിക്കാതെ പോയി തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ആ ഒരു ഉത്സാഹം, നളൻ്റെ കാര്യം, നളൻ യഥാർത്ഥത്തിൽ വന്ന കാര്യം നടക്കുമെന്നുള്ള എൻ്റെ ഒരു ഉത്സാഹം ആ മോഹനത്തിൽ ശരണം ദേവേശ്വര ഭവദീയ എന്ന പദത്തിൽ അതിൽ ആ അക്ഷരം ഇരട്ടിച്ചു വരുന്ന ഭാഗത്തിൽ അതിനൊരുത്തരമാഭിമുഖ്യവും അവൾ തരാഞ്ഞതി കുപിതനായഹമകഥയം ചില ഭേദവാക്കുകൾ അറിക ചൊല്ലിയതാ നൃതമല്ലിത്തു. ഇവിടെയൊക്കെ ആ ഒരു ചൊടിച്ചൊടിപ്പ് ആശാൻ പാടുമ്പോൾ തോന്നാറുണ്ട്. പിന്നെ കല്യാണത്തിൻ്റെ വിവാഹരംഗം, അതിലാ ശ്ലോകം, അതിലത്തെ മൂന്നാമത്തെ വരി വളരെ ആ വൃത്തത്തിനെ മാനിച്ചുകൊണ്ട് എന്നാൽ തോടിയെ കൈവിടാതെ ആശാൻ പാടുന്നൊരു രീതിയായിട്ട് തോന്നി. മോദനാം സുഖനിവേതമൂർത്തിരഥം ശിബിക സ്ഥിത എന്ന തോടിയെ ഗമകങ്ങൾ കൊണ്ട് സമ്പന്നമാക്കി പാടുന്നൊരു രീതിയായിട്ട് തോന്നി. ബാലേ സൽഗുണലോലേ മംഗലശീലശാലിനി കേൾനി പ്രാലയരുചിമുഖീതമയന്തി മാല കൊണ്ടൊരുവനെ വരിച്ചിടുക നീ. പിന്നീട് ഓരോ രാജാക്കന്മാരെയായിട്ട് പരിചയപ്പെടുത്തുന്ന ഇതിൽ ഇവനല്ലോ ദിനകരകുലോദ്വഹൻ ഋതുപർണനെന്നു ലോകവിശ്രുതൻ ഗൗഡനൃപതിവൻ വീര്യവാൻ ഇവനല്ലോ ലാടധരണീശ്വരൻ കന്ദർപ്പനിവൻ പാണ്ഡ്യക്ഷിതിവൻ വീരൻ ചോളവിനേതാശൂരൻ. ഇതിനുശേഷം ഭീഷിത വൈരീസാരൻ നൈഷധനല്ലോ സോയം. ഇതുവരെ പാടിയ ക്രമത്തിൽ പാടുകയാണെങ്കിൽ ഇങ്ങനെയാണ് പാടേണ്ടത്. എന്നാൽ സരസ്വതി പരിചയപ്പെടുത്തുന്നു, ദമയന്തിക്ക് പരിചയപ്പെടുത്തുന്നു എന്നുള്ള രീതിക്ക് നളന് പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് ആശാൻ പാടിയ പോലെയാണ് അത് തോന്നുക. ഭീഷിത വൈരീസരൻ നൈഷധനല്ലോ സോയം. അതുമാത്രം 2 താളവട്ടായിട്ട് പാടിയിട്ടുള്ളൊരു രീതിയും കേട്ടു. ശേഷം ചെറിയ നാളിൽ തന്നെ തുടങ്ങി ഞാൻ അറിവൻ കണവൻ മമ നളനെന്നു എന്നാ നേരത്തെ പാടിയ തോടിയെ കുറച്ചും കൂടിയും കാലം താഴ്ത്തി അതിനെ വീണ്ടും ഗമകങ്ങൾ ഉപയോഗിച്ച് അതിനെ പല രീതിയിലേക്ക് തോടിയെ കൊണ്ടുപോയി ആ ഭാവം നിലനിർത്തുന്നു. ശേഷം വിവാഹത്തിന് ശേഷം ഇന്ദ്രൻ തുടങ്ങിയവർ, ഇന്ദ്രനും അഗ്നിയും യമനും വരുണനൊക്കെ അനുഗ്രഹിക്കുന്ന പദങ്ങളിൽ അവിടെയും ആശാൻ ഇഷ്ടപ്പെട്ട മോഹനം വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ദമയന്തിയെ ഞാൻ നിന്റെ ദയിതയാക്കുവാൻ വന്നു. പിന്നെ അടുത്ത ഇതിൽ മതിമുഖി ഭൈമിയോടും മദന കേളികൾ ചെയ്തു
മരുവുക നൈഷധാനി തരുവൻ പദയുഗളം തരുവൻ വരയുഗളം എന്ന് ശ്രീരാഗത്തിലും ആശാൻ പാടാറുണ്ട്. അതിനുശേഷം കനക്കും അർത്ഥവും സുധ കണക്കെ പദനിരയും അനർകളും യമവും അനുപ്രാസമുപമാസ്തു ഇണക്കം കലർന്നു രമ്യം നിനക്കും നൽസാരസ്വരം നിനക്കും നിന്ദയേതയ്ക്കും ഭവിക്കും ഭൂരേ മംഗളം. കനക്കുമർത്ഥവും സുധ കണക്കെ പദനിരയും അനർഗളം യമകവും അനുപ്രാസം ഉപമാസ്തു. ഉണ്ണായി വാര്യരുടെ രചനാവൈഭവത്തെക്കുറിച്ച് ഈ ശ്ലോകം പറയാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത്ര അർത്ഥസമ്പന്നവും യമകങ്ങൾ കൊണ്ടും അലങ്കാരങ്ങൾ കൊണ്ടും വളരെ സുന്ദരമായിട്ടുള്ളൊരു കാവ്യമാണ് നളചരിതം എന്ന് ഉണ്ണായി വാര്യരെ പറ്റിയിട്ട് പറയണ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ അർത്ഥങ്ങളുടെ സാഹിത്യത്തിൻ്റെ അർത്ഥത്തിനെ മാനിച്ചുകൊണ്ടായാലും സംഗീതത്തിലെ അലങ്കാരങ്ങളെ ഉപയോഗിച്ചതുകൊണ്ടായാലും ഓരോ പദത്തിനും വേണ്ടി രാഗങ്ങൾ നിശ്ചയിക്കുന്ന നിർണയത്തിലായാലും പാടിത്തെളിയുന്ന വഴികളിൽ ആ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഗംഗാധരാശാന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഈ അവതരണം അവസാനിപ്പിക്കുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.